ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മളിന്ന് ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് നമ്മളിന്ന് പുറത്തേക്ക് പോകാൻ നോക്കിയാണ്. അതും കാശിനെ സ്കൂളിലാക്കിയിട്ട് വേണം പോകാൻ. ആദ്യം നമുക്ക് ഓനെ സ്കൂളിലേക്ക് വിടാം. ഇപ്പം തന്നെ സമയം 9:40. 10 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ബാക്കി കാര്യങ്ങളും കഥയും പോകുമ്പം പറയാം. അങ്ങനെ നമ്മൾ കാശിന്റെ സ്കൂളിലെത്തി ഗൈസ്. അടുത്ത മാസം കാശിക്ക് ഡാൻസ് ആണ് അല്ലേ കാശി? മോനിക്ക, ലവ് യു മോനിക്ക. നമ്മളെപ്പോഴും വൈകിട്ടാണ് ഗൈസ് വരാറുള്ളത്. 5 മിനിറ്റ് വൈകും. ഈ പുള്ളനെ എടുക്ക്. ഞാൻ പറ്റല്ല എടാ. ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നല്ല കേട്ടോ. ആൾക്ക് മടിയൊന്നുമില്ല സ്കൂളിൽ പോകാൻ. ഭയങ്കര അന്ന് പ്ലേ പാർക്കെല്ലാം സെറ്റാണ് ഇപ്പം. അതുകൊണ്ടൊന്നും അറിയില്ല. പിന്നെ ഡാൻസ് തുടങ്ങി ആനുവൽ ഡേൻ്റെ എല്ലാം കൊണ്ട് രാവിലെ അല്ലെങ്കിൽ ഭയങ്കര എണീറ്റാലും ഞാൻ ഇന്ന് പോകുന്നില്ല എന്നെല്ലാം പറയും. എന്തോ മടിയില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ പോകുന്നത് കാഞ്ഞങ്ങാടേക്ക്. ഇന്ന് അടുത്ത ആഴ്ച മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ വലിയ സെലിബ്രേഷൻ ഒന്നും ഇല്ല, 5 വയസ്സിൻ്റെ ആണ്. അപ്പോൾ എന്താ സ്കൂളിലേക്ക് എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അങ്ങനെയാണ് കാഞ്ഞങ്ങാടേക്ക് പോയിരിച്ചത്. പിന്നെ വേറെന്താ, അപ്പോൾ കാശിനെ ഇവിടെ സ്കൂളിൽ ഇറക്കിയിട്ട് പോയിച്ചു. അവനെ കൂട്ടിയിട്ട് പോയാലൊന്നും നടക്കില്ല, എപ്പോഴും നടക്കില്ല. അപ്പോൾ ഓക്കെ, അങ്ങനെ നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ കാഞ്ഞങ്ങാട് പടന്നക്കാട് കഴിഞ്ഞ് കാഞ്ഞങ്ങാട് എത്താൻ പോകുന്നത്. അപ്പോഴാണ് ഗൈസ് പറയുന്നത് പ്രകാശേട്ടൻ പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ട്. പ്ലാനിനല്ല, നമ്മളെന്തായാലും കാഞ്ഞങ്ങാട് വരെ പോകുന്നത്. കുറേ നാളായി സിനിമ കണ്ടിട്ട്. കാശിനെ കൂട്ടിയിട്ടായിരുന്നു അല്ലെങ്കിൽ പോകുമ്പോൾ കണക്കാണ്. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പോയിട്ട് ഓനെ വീട്ടിലാക്കിയിട്ടുള്ളതെന്ന് പോലെ ഇന്നിപ്പോൾ ഓൻ സ്കൂളിൽ പോയതുകൊണ്ട് നമ്മളെന്തായാലും ഒരു പടത്തിന് കയറിയാലോ എന്ന് ആലോചിക്കുന്നത്. സമയം 10:15 ആവുന്നത്രയും. 10:30 ഷോ. ബുക്ക് മൈ ഷോയിൽ അതിൽ എക്കോ ഓടുന്നുണ്ട് അത്രയും. നമ്മൾ നേരെ വിനായക മൾട്ടിപ്ലക്സിലേക്ക് വിട്ടാലോ എന്ന് വിചാരിക്കും. എന്തായാലും 2 മണിക്കൂർ ഷോ കഴിയുമ്പോഴത്തേക്ക് 12 മണി 12:30 2 മണി. പിന്നെ നമുക്കത് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. ആഗ്രഹമല്ലേ, എപ്പോഴും അങ്ങനെ. നമ്മളെപ്പോഴെങ്കിലും പുറത്ത് പോകുമ്പോൾ ഒരു എന്തായാലും എനിക്ക് പ്രാന്ത. ഇപ്പം എന്ന് വെച്ചാൽ എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്, ബിരിയാണി പ്രാന്ത. ഇപ്പം ഈ ഒരു പ്രഗ്നൻസി തന്നെ ആയതുകൊണ്ട് വീട്ടിലമ്മ വീട്ടിൽ പോയാൽ ആക്കി തരും നല്ല ബിരിയാണി. അടത്ത് വേണം, ഞാൻ ആക്കിയത് ശരിയാവില്ല. ഞാൻ നെയ്ച്ചോറ് ഇറച്ചിക്കറി ഇറക്കാക്കണം, അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ നേരെ എന്നിട്ടൊരു ബിരിയാണിയോടെ കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കാശിക്കുന്നത് അപ്പം 4 മണി വരെ സ്കൂള്. അതിനുള്ളിൽ ഉച്ചയാകുമ്പോഴത്തേക്ക് എത്താം എന്നാണ് പ്ലാൻ. സാധനം വാങ്ങാൻ കയറണമല്ലോ. എന്തായാലും അത് എന്തെങ്കിലും ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് സമയമാവും. സമയമല്ല, ഉച്ചക്ക് തിരിച്ച് വരണം, റെസ്റ്റ് എടുക്കണം. ഉച്ചയാകുമ്പോൾ ഒരു കടത്തുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ടയർഡാവും. എപ്പോഴും കിടക്കണമെന്നില്ല. പക്ഷെ കാശിയിൽ പ്രഗ്നൻസിനെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം കുറച്ച് ക്ഷീണം കുറവാണ്. കഴിഞ്ഞിലാണെങ്കിൽ ഫുൾ ടൈം റെസ്റ്റ് പറഞ്ഞാൽ ഓൾറെഡി വൊമിറ്റിങ് നല്ലോണം ഉണ്ടായതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളായതുകൊണ്ട് ഒരു സ്ഥലത്ത് പോകാൻ വരെ പറ്റില്ല. പ്രാവശ്യം എന്താ മിനിയാന്നാണ് ഗുരുവായൂരിൽ എത്തിയത്. ഗുരുവായൂരപ്പൻ്റെ
എന്താ പറയേണ്ടത്, കടാക്ഷത്തിൽ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ ഒരു നമ്മൾ ആ ഒരു ഇങ്ങനെ ആഗ്രഹിച്ചില്ല അനുഗ്രഹത്തിൽ ഒന്നും എന്താ പറയാ ബേബി ഒന്നും അധികം വലിയ കച്ചറയൊന്നും ആക്കിയില്ല, അധികം വലിയ ടയേർഡൊന്നും ആവാതെ എല്ലാം ഒരു അല്ലെങ്കിൽ ഞങ്ങൾക്ക് തലവേദനയെല്ലാം ബുദ്ധിമുട്ടുണ്ടാവും യാത്ര ചെയ്ത ആളത്തേക്ക് പോയിട്ട് അങ്ങനെ വലിയ ടയേർഡൊന്നും അറിഞ്ഞിട്ടില്ല. ദൈവം കൊണ്ട് സഹായിച്ച് അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ. അങ്ങനെ ഈ പ്രഗ്നൻസിയിൽ ശരിക്കും ഞാൻ അങ്ങനെ കഴിഞ്ഞെന്ന് ഒരു സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ടായിട്ടില്ല, ട്രിപ്പോ കാര്യമോ ഒന്നും പോയിട്ടില്ല. ട്രിപ്പ് എന്നല്ല, എനിക്ക് പേടിയാണ് ദൂരയാത്രയെല്ലാം പോയി. ഇപ്പം നമ്മളെ പ്രഗ്നൻസി പറയുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയല്ലേ യാത്ര ചെയ്യാനെല്ലാം. അപ്പോൾ ഡോക്ടറോട് അതിന് മുന്നേ എനിക്ക് 1 മന്തിന് മുന്നേ എനിക്ക് അതുമല്ല ചെറിയൊരു സ്പോട്ടിങ് എല്ലാം ഉണ്ടായിന്. അപ്പോൾ പേടിയായി. അത് നമ്മൾ ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്ത ശേഷമാണ് കേട്ടോ. അത് സത്യം പറഞ്ഞാലേ സങ്കടമായെന്ന് പറഞ്ഞാൽ അത്ര സങ്കടമായി. എന്നിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ പിന്നെ അനോമലി സ്കാനിങ് എല്ലാം കഴിഞ്ഞ് അതിലൊന്നൊന്നുമില്ല, കുഴപ്പമില്ല, ബേബി ഹെൽത്തെല്ലാം ഓക്കെയാണ്. പിന്നെ എന്താണെന്നാണ് ഡോക്ടർക്ക് അറിയില്ല, എന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കാശിനോടെല്ലാം കളിക്കുന്നതുകൊണ്ട് തന്നെ പ്രഷർ എന്തെങ്കിലും കൊണ്ട് ചെറിയ സ്പോട്ടിങ് വന്നായിരിക്കും എന്ന് വിചാരിച്ചു. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അതിന് ശേഷമാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് ഗുരുവായൂർ പോയിട്ട് വന്നത്. അങ്ങനെ എന്തായാലും എന്തോ ദൈവം സഹായിച്ചിട്ടൊന്നും നല്ല രീതിയിൽ പോയി വരാൻ പറ്റി. അതിങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ അങ്ങനെയുള്ളതാണ് കാര്യങ്ങൾ. വേറെ എന്താപ്പാ, നമ്മളിങ്ങനെ കാഞ്ഞങ്ങാടിക്ക് എത്തുമ്പോൾ ഫുള്ള് പകലായതുകൊണ്ട് അങ്ങനെ ബ്ലോക്കൊന്നുമില്ല അധികം, നല്ല തന്നെ. എന്താപ്പാ ഇത് പെട്ടെന്നില്ല വ്ളോഗാട്ടാ, പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. ഞാൻ പണ്ടേ ഒരു ഡെയിലി വ്ളോഗിൽ ഇങ്ങനെ എല്ലാവരും പറയും ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഒരു ഡെയിലി വ്ളോഗെല്ലാം എടുത്ത് തട്ടിക്കൂടെയായിരുന്നു. പക്ഷേ എന്തിടും എന്നുള്ളതല്ലേ, നമുക്ക് വീട്ടിൽ നിന്ന് ഡെയിലി എന്താ നമ്മൾ സാധാരണ ഞാൻ യൂഷ്വൽ എപ്പോൾ ഒരുപോലെയാണ്. എന്താ വെച്ചാൽ രാവിലെ നമ്മളെ പണി, പിന്നെ കുറച്ച് നേരം ഫോൺ എടുത്തിരിക്കും, യൂട്യൂബ്, അങ്ങനെ എല്ലാം കഴിയുമ്പോൾ അത് ഉച്ചയാവും, ചോറയ്ക്കും, ആശയിലും എടുക്കാൻ വേണ്ടി വേറെ വലിയ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ ഗൈസ് നമ്മൾ വിനായക മൾട്ടിപ്ലക്സിലേക്കാണ് ഗൈസ് പോകുന്നത്. അവിടുത്തെ മെയിലയിൽ തന്നെ അതിൻ്റെ അടുത്താണല്ലോ, അടുത്ത കഴിഞ്ഞ ഈ കാഞ്ഞങ്ങാട് ടൗണിൽ ഇപ്പോൾ ഈ തിരക്കെപ്പെന്നറിയോ, വൈകുന്നേരമാണ്. അടക്കാൻ പറ്റില്ല. കാർ പാർക്കിംഗ് ഒരു അണ്ടിത്തായിലോട്ടാണ് ഗൈസ്. അണ്ടിത്തായിലോട്ട് ഇരുട്ട് അല്ല, അണ്ടിത്തായിലോട്ട് പറയുന്നത് ഈ ഇരുട്ടത്ത് മറ്റേ ഇത് വെക്കുന്ന പോലെ വെക്കണം. പാർക്കിംഗ് അറ്റ് ഓണേഴ്സ് റിസ്ക്കാണ്. പിന്നെ സംഭവം തുറന്നിട്ടില്ലേ, അപ്പുറത്തേ വർക്ക് ചെയ്യാൻ പറ്റില്ലേ? ഇവിടെ പുറത്തന്നെ വർക്ക് ചെയ്തൊന്നുമില്ല. അതിൽ കാറാണ് പുറത്ത് വർക്ക് ചെയ്തി, പുറത്തന്നെ വർക്ക് ചെയ്തോ? ഒരുപാട് എന്തെങ്കിലും കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടോ? ഇത് ബസ് സ്റ്റാൻഡല്ലേ, ഇനി ഇപ്പുറത്തന്നല്ലേ? എനിക്ക് തന്നിത്ര ഓർമ്മയില്ല. തുറന്നിട്ട് അപ്പറല്ലേ? ഓക്കേ രാവിലെ എവിടെ ഓടുന്നേ? ഹലോ, എന്ത് നല്ല റേറ്റിംഗ് പെടാന്ന് കേട്ടോ. ഇപ്പോൾ കുറേ നാളായില്ല ഇറങ്ങിയിട്ട്, നമ്മൾ കാണാൻ വിചാരിച്ച എപ്പോൾ കാണാൻ പറ്റില്ല. നേരെ ടിക്കറ്റ് എടുക്കാൻ പോകണം. നമ്മുടെ കാഞ്ഞങ്ങാട് VGM മൾട്ടിപ്ലക്സ് അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കയറാൻ നല്ല രസമാണ്, ഒരു ഭയങ്കര ലൈറ്റിംഗ് എല്ലാം ആയിട്ട് കയറുമ്പം കാണാം. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, നമുക്ക് നേരെ അകത്തേക്ക് കയറാം. പിന്നെ അകത്തുനിന്ന് വീഡിയോ നടക്കുമെന്ന് എനിക്കറിയില്ല, സിനിമയുടെ സമയത്ത് കാണാനൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ, ഒന്നാമത് ഇരുട്ടാവുമ്പോൾ ഒന്നും കിട്ടില്ല. സോ നമുക്ക് മുകളിൽ കയറി ഷോ കഴിഞ്ഞിട്ട് കാണാം. ഒരു പടത്തിന് കയറുമ്പോൾ ആൾക്കാർ വേണപ്പാ, എന്നാലേ ഒരു പാങ്ങുണ്ടാവും. പക്ഷെ ഇപ്പം നമ്മൾ ഇടുന്നല്ല,
നമ്മൾ ഈ ഏടിയായാലും ഇപ്പോൾ ഈ 10:30 ഷോ ആടുന്നുണ്ടല്ലോ, കാരണം ഓൾറെഡി എക്കോ തുടങ്ങിയിട്ടുണ്ടേ 1 മാസത്തിനടുത്ത് എങ്ങനെ ആവാനായി തോന്നുന്നു ഇറങ്ങിയിട്ട്. 1 മാസം നമ്മൾ ആദ്യം ഒന്ന് പോകാമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. പയ്യന്നൂരേക്ക് നമ്മൾ ടിക്കറ്റിലെടുത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് സംഭവം ഒന്നും പ്ലാനെല്ലാം പോയി ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാൻ പടം ഇപ്രാവശ്യം കണ്ടതെല്ലാം കുറവാണ്, പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ അങ്ങനെയെല്ലാം. അപ്പോൾ ഇന്ന് ഇപ്പം പ്രതീക്ഷിക്കാതെ കയറി, ഇങ്ങനെ പ്രതീക്ഷിക്കാതെ വന്ന് കാണുമ്പോഴാണ് അത് രസം. അത് വേറെ തന്നെ രസമാണ്, കുഞ്ഞിനെയും കൂട്ടാണല്ലേ വന്നത്. അപ്പോൾ പിന്നെ വേറെ ചിന്തിക്കാനില്ലല്ലോ ഒന്നും, അല്ലേ ഗൈസ്? അങ്ങനെയല്ലേ? ഇനിയിപ്പോൾ ഷോ തുടങ്ങാനായി, നമ്മളിനിയിപ്പോൾ അകത്തേക്ക് കയറലായി. ഇനി അകത്ത് എന്താ അവസ്ഥ എന്നറിയില്ല, പോയി നോക്കട്ടെ അകത്തിലെ ലൈറ്റെല്ലാം എന്താണെന്ന്. അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് പടം തുടങ്ങുന്നവരെ സമയം ഉണ്ടാവും. എന്നാലും ലൈറ്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ പിന്നെ വീഡിയോ കിട്ടൂല. നമുക്ക് അകത്തേക്ക് കയറാം. നിങ്ങളുടെ സ്പെഷ്യൽ മൊമെന്റ് സിനിമ. നമ്മള് സിനിമയെല്ലാം കഴിഞ്ഞ് നമ്മൾ കാഞ്ഞങ്ങാടേക്ക് വന്നിട്ടുണ്ട് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. സിനിമ മോശമില്ല, എല്ലാവർക്കും ഓരോരോ രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല, വലിയ ഇഷ്ടമെന്നല്ല, കുറച്ച് ബോറടി ആയിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റേഷനറി ഐറ്റംസിലുള്ള ഒരു ബുക്ക് സ്റ്റോൾ അങ്ങനെയുള്ള ഒരു ഇവിടത്തേക്ക് കയറിയത്. നീലേശ്വരത്ത് നിന്ന് വാങ്ങാമായിരുന്നു, പക്ഷേ നീലേശ്വരത്ത് കളക്ഷൻസ് കുറവാണ്, നമുക്ക് എന്ത് വാങ്ങണം എന്നുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കയറി. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമായിരിക്കും, വെറൈറ്റി സാധനങ്ങൾ കൊടുക്കണമെന്നുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ ഓരോന്ന് നോക്കാം നമുക്കുള്ളിൽ നിന്ന് എന്തെല്ലാം ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ നമ്മൾ നോക്കി ലാസ്റ്റ് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു വാങ്ങാൻ. പക്ഷെ നമുക്കൊരു ഇതിൽ എല്ലാവർക്കും കുട്ടികൾക്ക് ഒരുപോലെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ഒരു വെറൈറ്റി ടൈപ്പ് കളറിങ് ബുക്ക് ഉണ്ടായിരുന്നു. അതും ക്രയോൺസും, പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സ് നല്ല റെഡ് ഇങ്ക് ഒരുപോലത്തെ പെന്ന്, നല്ല പേന വാങ്ങി. നല്ല അടിപൊളി പേനയായിരുന്നു, കുറച്ച് നല്ല ക്വാളിറ്റി സാധനം തന്നെ വാങ്ങണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പിന്നെ കാഞ്ഞങ്ങാടിക്ക് വന്നതും. അപ്പോൾ അങ്ങനെ വാങ്ങി. പിന്നെ ഇനിയിപ്പം ആൻറ്റിമാരും ഉണ്ട് ഇവിടെ, ആൻറ്റിമാരും ഡ്രൈവർ അങ്കിളുമാരുണ്ട്, അവർക്കും ലഡു അങ്ങനെ എന്തെങ്കിലും കൊടുക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. കാരണം അവർക്ക് എല്ലാവർക്കും എന്താ കൊടുക്കേണ്ടതെന്നുള്ളത് അപ്പം സ്വീറ്റ്സ് കൊടുക്കാതിരിക്കുന്നു. പിന്നെ എന്താപ്പം ലാസ്റ്റ് വാങ്ങിയ സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വെറുതെ വന്നതുകൊണ്ട് തന്നെ നമ്മൾ ബെട്രൻസ് കയറാൻ വിചാരിച്ചു. ചെരുപ്പ് നല്ല കളക്ഷൻസ് ഉണ്ടാവലുണ്ട്. കുറേ നാളായി ചെരുപ്പൊന്ന് നോക്കിയിട്ട് വെറുതെ ഒന്ന് നോക്കാൻ വെച്ചു. എനിക്ക് മോൻ്റെ ബർത്ത്ഡേൻ്റെ ഷൂട്ട് ചെറിയൊരു ഷൂട്ട് എടുക്കാൻ അതിനൊരു ഷൂ ടൈപ്പ് വേണമെന്നുണ്ടായിനി. അപ്പോഴത്തേക്ക് എല്ലാത്തിനും നല്ല കത്തുന്ന റേറ്റായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. പിന്നെ അതിൻ്റെ ഉള്ളായിരുന്നു വീഡിയോ എടുക്കാനും പറ്റുന്നുണ്ടായില്ല, ലൈറ്റ് ഇഷ്യൂ അതുകൊണ്ട് ഫുള്ളിങ്ങനെ ബൾബ് മിന്നുന്നുണ്ടായിനി. അതുകൊണ്ട് പിന്നെ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ എല്ലാം കഴിയുമ്പോൾ സമയം 2:20 അപ്പോൾ പിന്നെയാണ് വിശക്കാൻ തുടങ്ങിയത്. അതുവരെ ഒന്നും അറുന്നതെല്ലാം കഴിച്ചുകൊണ്ട് വിശന്നിട്ടില്ല. നേരെ നമ്മൾ ഉറിക്സിലേക്ക് വിട്ടു. വരുന്ന വഴി തന്നെ ആയതുകൊണ്ട് ഉറിക്സിൽ കയറി വേഗം തന്നെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് കയറി. നെക്സ്റ്റ് വീക്ക് മോൻ്റെ ബർത്ത്ഡേയിലൊന്നും നൈറ്റ് ഇവിടെ നിന്ന് എന്തെങ്കിലും ചെറുതായിട്ട് ഫുഡ് കഴിക്കാം എന്നുള്ള രീതിയിലാണ് പ്ലാൻ. മോനെയും കൂട്ടി വന്നിട്ട് ഇവരെ പ്രകാശാൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, 2 ഫ്രണ്ട്സ്, അവരെയും കൂടി കൂട്ടിയിട്ട് അവരുടെ ഫാമിലി വിത്ത് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചെറിയ, അതായത് ഇപ്രാവശ്യം ഒന്നും അധികം വലുതൊന്നായിട്ട് ആക്കുന്നില്ല, കാരണം ഇനി വിളക്കാപ്പ് വരാനുണ്ട്. അപ്പോൾ അത് ഫങ്ഷനായിട്ട് ചെയ്യാമെന്നുണ്ട് എൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം മോൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ നമ്മൾ മാത്രം ഒതുങ്ങി ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ 4 വർഷവും നല്ലതായിട്ട് ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടായിനി. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ പോകട്ടെ എന്ന് വിചാരിച്ചു ഇപ്രാവശ്യം. അങ്ങനെ സമയം വൈകുന്നതുകൊണ്ട് തന്നെ 2:20 ആയതുകൊണ്ട് തന്നെ
ചിക്കൻ ബിരിയാണി കഴിഞ്ഞ് ഒരുവിധം ഒറിക്സിൽ വന്നാൽ നമ്മൾ അധികം ചിക്കൻ ബിരിയാണി കഴിക്കൽ. എനിക്കും അതാണ് ഇഷ്ടം. ഞാൻ വേറെ ഒരു ബിരിയാണിയും ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടുത്തെ മീൽസ് കാര്യങ്ങൾ നോക്കട്ടെ, എന്നിട്ട് വേണം ഓർഡർ ചെയ്യാൻ. ഇന്ന് ആദ്യമായിട്ടാണ് ഒറിക്സിൽ നിന്ന് ഇലയിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ ബിരിയാണി ആണെങ്കിൽ പ്ലേറ്റിൽ തന്നെ ഉണ്ടാവില്ല. നമ്മളിത്ര വയ്യാറുമില്ല. 1 മണിയിലാവുമ്പോൾ തന്നെ ചിലപ്പോൾ വന്നിട്ട് കഴിക്കും. 1-1:30 തന്നെ ഭക്ഷണം കഴിക്കാറുണ്ട് വരുന്നുണ്ടെങ്കിൽ. സത്യം പറ സമയം 2:20 കഴിച്ച് നല്ലോണം വൈകും. സാധനം വാങ്ങി ഇറങ്ങുമ്പോഴത്തേക്ക് വൈകുപോയി. നമ്മൾ നേരത്തെ 2:30 വീട്ടിലെത്താൻ വിചാരിച്ചെന്നാ ചോറ് കഴിക്കാൻ തന്നെ വൈകും. എങ്ങനെയാ ബിരിയാണി ആഴ്ച വന്ന ചിക്കൻ ബിരിയാണി കഴിഞ്ഞു പോയി. സമയം വൈകുന്നതുകൊണ്ട് ലാസ്റ്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മട്ടൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ മട്ടൻ ബിരിയാണി കഴിച്ചിട്ടില്ല. മട്ടൻ ബിരിയാണിയും ഒരാൾ ബീഫ് ബിരിയാണിയാണ് വാങ്ങുന്നത്. അല്ല അങ്ങനെ വിശന്ന് വലഞ്ഞ് പെട്ടെന്ന് തന്നെ എല്ലാം ഫിനിഷ് ചെയ്തു. ഇനിയിപ്പോൾ ഒന്നുമില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മളൊരു മിൻറ്റിലെയും കൂടി പറഞ്ഞ് ഫിനിഷ് ചെയ്തു. ഫുഡ് റെഡി കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ. വൈദ്യുവിനെ കൂട്ടണമല്ലോ സമയം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡും കഴിച്ച് ഇറങ്ങുമ്പോഴത്തേക്കും 2:45 3 മണിയാവാനായി. വീട്ടിലെത്തുമ്പോഴത്തേക്കും 3-3:15 എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ. ഓക്കെ, ബൈ.